ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 ഫിനാലെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ച ആവാറായി. എന്നിട്ടും വിവാദങ്ങൾ ഒടുങ്ങിയിട്ടില്ല. ഇപ്പോഴും അനുമോള് തന്നെയാണ് ചർച്ച ചെയ്ത് നിൽക്കുന്നത്. അനുമോൾ തന്നെയാണ് കണ്ടന്റ്. ബിഗ് ബോസ് സീസൺ കഴിഞ്ഞിട്ട് ഇപ്പോഴും ഒരേ വ്യക്തിയിലാണ് ഈ കണ്ടന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. പല യൂട്യൂബേഴ്സിൻ്റെയും അതിനകത്തുണ്ടായിരുന്ന പല കണ്ടസ്റ്റൻസിൻ്റെയും യൂട്യൂബിൽ വഴിയും അവർ ചർച്ച ചെയ്യുന്നത് അനുമോളെ കുറിച്ച് തന്നെയാണ്. ഇങ്ങനെ ഒരു കണ്ടസ്റ്റന്റിനെ കുറിച്ചിട്ട് ഇവർ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കിക്കൂടെ അവർ അർഹയായിരുന്നു എന്നുള്ളത്. ബിഗ് ബോസിന്റെ ഒരു കിരീടം അണിയാനായിട്ട് അവര് അർഹയായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇവർക്കൊക്കെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇപ്പൊ ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അനുമോൾക്കെതിരെ കുറെ തെളിവുകൾ ഇങ്ങനെ നിരത്തിക്കൊണ്ട് അനുമോൾ ഒരു നന്മ മരമല്ല, അനുമോൾ PR-ന്റെ പിൻബലത്തോടുകൂടി ആണ് ഈ ബിഗ് ബോസിന്റെ ഈ ഒരു കപ്പ് എടുത്തിരിക്കുന്നത്. അങ്ങനെ കുറെ ആരോപണങ്ങളായിട്ടാണ് കൊണ്ടുവരുന്നത്. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് ഞാൻ കണ്ടത് ഒരു സൈത്താനോ മറ്റോ പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബർ ഉണ്ട്. അദ്ദേഹം കുറെ നാളായിട്ട് അനുമോൾക്ക് എതിരെ തന്നെ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയുന്നു. അത് ബിഗ് ബോസ് ഷോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് റെന ഫാത്തിമ റിയാക്ട് ചെയ്തിട്ടുണ്ട് അനുമോളുടെ ഈ നന്മമരം കളിക്കലിന് എതിരൊക്കെയായിട്ട് റെന ഒരു വീഡിയോ ചെയ്തത്. അത് കുത്തിപ്പൊക്കിയാണ് ഇദ്ദേഹം വീഡിയോ ചെയ്തത്. ഈ റെന ഫാത്തിമ എന്ന് പറയുന്ന വ്യക്തി ഈ ഫിനാലേക്ക് അതിനകത്ത് പോയപ്പോൾ അനുമോളുടെ അടുത്ത് പോയി ഇരുന്നിട്ട് വളരെയധികം കാര്യങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ഒത്തിരി കാര്യങ്ങൾ ഈ റെന ഫാത്തിമ കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ സരികയോ അതുപോലെ ശൈത്യ, ബിൻസി ഇവരെ പോലെയൊന്നുമല്ല. ഫിനാലയ്ക്ക് മുമ്പുള്ള ആ ഒരാഴ്ചയിൽ റെന ഒരുപാട് സമയം അനുമോളുമായിട്ട് അവിടെ ഷെയർ ചെയ്ത ടൈം ഷെയർ ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ അനുമോളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അനുമോൾ പറയുന്നത് അത് ശരിയാണ് എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഇത് തിരിച്ചു വന്നതിന് ശേഷം ആദ്യം ബിന്നി വീഡിയോ ഇടുന്നു, അതിനുശേഷം ബിൻസി വീഡിയോ ഇടുന്നു, അതിനുശേഷം ശൈത്യ വീഡിയോ ഇടുന്നു. ഇപ്പൊ റെനയായിട്ട് വന്നിരിക്കുകയാണ്. എല്ലാവരും അനുമോൾക്ക് എതിരെയാണ് കളിക്കുന്നത്. ഇവരുടെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ PR-നെ കുറിച്ചായിരുന്നു. ഇതിലിപ്പോ റെന ഫാത്തിമ പറയുന്നത് അനുമോളുടെ സ്വഭാവത്തെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ജിസേലും ആര്യനും പുതപ്പ് മൂടി കിടന്നപ്പോ അതിനകത്ത് എന്തായിരുന്നു ചോദിച്ചപ്പോ നമ്മളുടെ അനുമോള് പറയുന്നുണ്ട് ഒരു ആൺകുട്ടി പെൺകുട്ടി അടുത്തിരുന്ന് എന്താണ് ഉമ്മ വയ്ക്കും, അതാണ് തെറ്റെന്ന് നമ്മുടെ അനുമോള് പറയുന്നുണ്ടായിരുന്നുണ്ട്. അതെടുത്തിട്ട് ഇപ്പോ അഭിലാഷ് ഈ ഒരു ഫിനാലയ്ക്ക് തൊട്ട് മുമ്പ് ഒരാഴ്ച പോയിരുന്നില്ല അഭിലാഷ്. അപ്പൊ അദ്ദേഹം വിവാഹിതനാണ്. അപ്പൊ ആ വിവാഹിതനായ ഒരു വ്യക്തി ഒരു ഊഞ്ഞാല് പോലത്തെ ഒരു ചെയർമാൻ കുഷിയാനുണ്ട്. അതിനകത്ത് അഭിലാഷ് ഇരിക്കുന്നുണ്ട്. ഈ അഭിലാഷിന്റെ മടിയിലാണ് അനുമോൾ ഇരിക്കുന്നു എന്നാണ് ഇവര് പറയുന്നത്. തീർച്ചയായിട്ടും അത് മടിയിലൊന്നും അല്ല കേട്ടോ. അത് എനിക്ക് തോന്നുന്നത് അഭിലാഷ് ഇരിക്കുന്നതിന്റെ അവിടെ തന്നെ അടുത്ത് തന്നെ അതിലിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇവര് ക്ലോസ് ആയിട്ട് തോന്നുന്നു എന്നേ ഉള്ളൂ. പിന്നെ ആര്യനും ജിസയിലും ചെയ്തതുപോലെ പുതപ്പ് തലയിൽ കൂടെ ഇട്ടിട്ടല്ലല്ലോ അവരിക്കുന്നത്. എല്ലാവരും ഇരിക്കുന്നതിന്റെ ഇടയിലാണ് ഇവര് കയറിയിരിക്കുന്നത്. അതിനെന്താണ് തെറ്റ്? പിന്നെ ഒരു കാര്യം ഇവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയധികം സദാചാരം കൊണ്ട് നടക്കുന്ന ഒരാളാണ് അനുമോള്. ജിസേലിനെതിരായിട്ടും ആര്യനെതിരായിട്ടൊക്കെ വളരെയധികം സദാചാരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ വിവാഹിതനായിട്ടുള്ള അഭിലാഷിനും അതേപോലെ തന്നെ ഫ്രണ്ടായിട്ട് കരുതുന്ന ഒനീലിനും അനുമോള് ഉമ്മ കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷെ വലിയൊരു കാര്യം കേട്ടോ ഈ ഉമ്മ കൊടുത്തു എന്ന് പറയുന്നത്. ഒരു സഹോദരനായിട്ടാണ് അഭിലാഷിനെ കാണുന്നു എന്നുള്ളത് അനുമോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഒനീലിനെ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ട്. അനുമോൾക്ക് ഇത്രയധികം അതിനകത്ത് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു ഒരാഴ്ച. അപ്പോൾ ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ ഇവരൊക്കെയാണ് അനുമോളെ കൂടെ നിന്നത്. അപ്പോൾ അവർ പോകുന്നതിന് മുമ്പായിട്ട് അനുമോൾ നന്നായി കളിക്കണം, നീ ഒന്നുകൊണ്ട് പതറരുത് എന്നൊക്കെ സമാശ്വസിപ്പിക്കുമ്പോൾ ആ ഒരു സമാശ്വാസത്തിന്റെ ഭാഗമായിട്ട് അനുമോള് ഉമ്മ കൊടുത്താണ്. അത് സഹോദരൻ എന്നുള്ള രീതിയിൽ ഉമ്മ കൊടുത്താണ്. അതിനെന്താണ് തെറ്റ്? ഇനി ജിസേലിനെയും അതേപോലെ ആര്യന്റെയും കാര്യം എടുക്കുകയാണെങ്കിൽ ആര്യൻ ഇപ്പോഴും പറയുന്നത് എന്താണ്, ജിസേല് ഒരു ഫ്രണ്ടാണ്, അല്ലെ ജിസേല് എന്താണ് ഒരു സഹോദരിയാണെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല അല്ലെ. അപ്പൊ അതിന് പോട്ടെ, കുഴപ്പമില്ല. ഇപ്പൊ ജിസയിലും ആര്യനും ഉമ്മ വെച്ചു തന്നെ ഇരിക്കട്ടെ, നമുക്കത് അന്വേഷിക്കേണ്ട ആവശ്യം പോലും ഇല്ല. അനുമോൾ എന്താ പറഞ്ഞത്, അവർ പുതപ്പ് മൂടിക്കിടന്ന് അതിനകത്ത് എന്തോ ചെയ്തു എന്നാണ് അനുമോൾ പറഞ്ഞത്. അല്ലാണ്ട് അവര് എല്ലാവരും ഇടയിലിരിക്കുമ്പോൾ അവരെപ്പോഴും ഉമ്മ വെച്ച് നടക്കാണ് അങ്ങനെയൊന്നും അനുമോൾ ഒരു വിവാദമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇവരൊക്കെ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു പെൺകുട്ടി ഒരു സഹോദരൻ എന്ന രീതിയിൽ അഭിലാഷിന് ഉമ്മ കൊടുത്തതും ജിസയിലും അതുപോലെ ആര്യനും പുതപ്പ് മൂടി കിടന്നുകൊണ്ട് എല്ലാ ദിവസവും അതിനകത്ത് എന്താ ചെയ്യുന്ന പോലും ആർക്കും അറിയുന്നില്ല. അത് അനുമോൾ എടുത്ത് പറഞ്ഞു. അനുമോളൊരു സദാചാര അമ്മായിയായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ മറ്റുള്ളവർക്ക് ഉമ്മ കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ റെന ഫാത്തിമയൊക്കെ വീട് നാണമാവുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് അല്ലേ. എന്തിനാണ് അവരെ പൊക്കി പിടിച്ച് അനുമോളെ ഇങ്ങനെ താഴ്ത്തി കെട്ടാനായിട്ട്? അസൂയ എന്നാലും വേറെ ഒന്നുമില്ല എന്നാണ് എനിക്കിത് തോന്നുന്നത്. പിന്നെ വേറെ കുറെ കാര്യം PR-ന് കുറെ കാര്യങ്ങൾ. PR-ന് എത്രയാണ് 11,111 രൂപ കൊടുത്തത് PR പറയുന്നുണ്ട്. അവളെന്നെ പറ്റിച്ചു
എനിക്ക് ഇത്ര പൈസ ഒന്നും അവൾ തന്നിട്ടില്ല, 50,000 രൂപ എന്ന് അവൾ പറഞ്ഞു. പക്ഷെ അത്ര 50,000 രൂപയൊന്നും അനുമോള് തന്നിട്ടില്ല എന്ന് അയാൾ പറയുന്നുണ്ട്. അപ്പൊ അനുമോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ചേച്ചിയുടെ കയ്യിൽ ഞാൻ പൈസ ഏൽപ്പിച്ചിരുന്നു, പക്ഷെ ചേച്ചി കൊടുത്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഞാൻ ഇതിനകത്താണ്, ബിഗ് ബോസിനകത്താണ്, എനിക്കറിയില്ല, ചേച്ചി അത് കൊടുത്തിട്ടില്ല. ഇനി ഞാൻ വന്നതിന് ശേഷം കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ചേച്ചി മാറ്റി വെച്ചതായിരിക്കാം എന്നാണ് അനുമോൾ പറഞ്ഞത്. സത്യമായിക്കൂടെ? അതിന് പ്രധാന തെളിവെന്ന് പറയുന്നത് ആ വിനു ഇപ്പോഴും അനുമോളുടെ കൂടെ തന്നെയുണ്ട് അല്ലേ. അനുമോൾ വീട്ടിൽ വന്നപ്പോഴും അതുപോലെ തന്നെ ഓരോ പരിപാടികൾ പങ്കെടുക്കും, ഇന്റർവ്യൂ കൊടുക്കുമ്പോഴൊക്കെ വിനു അനുമോളുടെ കൂടെ ഉണ്ട്. ഇവർ തമ്മിലൊരു ക്ലാഷ് ഉണ്ടായിരുന്നെങ്കിൽ വിനു ഇതിനൊക്കെ കൂട്ടു നിൽക്കുമോ? ഇല്ലല്ലോ, വിനു അപ്പം തന്നെ ഒഴിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പൊ അത് അവരുടെ ഇടയിലുള്ള കാര്യങ്ങളാണ്, അതൊക്കെ കുത്തിപ്പൊക്കി വരുന്നുണ്ട്. പിന്നെ എല്ലാം PR-ന്റെ ഒരു കഴിവുകൊണ്ടാണ് അനുമോള് വിജയിച്ചത് എന്ന് പറഞ്ഞുണ്ടാക്കാനായിട്ട് കുറച്ച് ഉളുപ്പ് വേണം ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഒരുപാട് ആൾക്കാര് അനുമോൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അമ്മമാരുണ്ട്, ഒരുപാട് ചേച്ചിമാരുണ്ട്, ചേട്ടന്മാരൊക്കെ ഉണ്ട്. അവരെല്ലാവരും വീട്ടിൽ ഇരുന്ന് അവരെ ഹോട്ട്സ്റ്റാറിൽ അവർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയെയാണ് അപമാനിക്കുന്നത്. എന്ത് പറഞ്ഞിട്ട്? എല്ലാം PR-ന് വകയായിരുന്നു. അപ്പൊ ഈ വോട്ട് ചെയ്തവരൊക്കെ എന്ന മണ്ടന്മാരാണോ? ഒരു PR-ന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? അനുമോളുടെ കുറേ നല്ല കാര്യങ്ങൾ എടുത്തിടണം. ഈ നല്ല കാര്യങ്ങൾ എടുത്തിടാനായിട്ട് അനുമോൾ അതിനകത്ത് കണ്ടന്റ് കൊടുക്കണ്ടേ? ദിവസം പ്രതി എന്നുള്ള കണ്ടന്റാണ് അനുമോൾ കൊടുത്തിരുന്നത് ബിഗ് ബോസിനകത്ത് നിന്ന്. പുറത്തേക്ക് വന്നിട്ടും അനുമോളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് നിൽക്കുമ്പോഴുള്ള കാര്യം ആലോചിച്ചോടെ, കണ്ടന്റോട് കണ്ടന്റ് ആയിരുന്നു. അപ്പൊ ഈ PR എന്ന് പറയുന്ന വിനുവിനൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്യാനുള്ള കണ്ടന്റുകൾ അനുമോൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ശൈത്യയുടെ PR വിനു എന്ന് പറഞ്ഞ ശൈത്യ എന്താണ് കൊടുത്തിട്ടുള്ളത്? ശൈത്യ ഒന്നും കൊടുത്തിട്ടില്ല. കുറെ അനുവിന്റെ പിന്നാലെ നടന്നു, അത് കഴിഞ്ഞ് അനുവിനെ കുറെ കുറ്റം പറഞ്ഞുകൊണ്ട് അക്ബറിന്റെ ഗ്യാങ്ങിൽ പോയിരുന്നു. അതുകൊണ്ടൊന്നും കണ്ടന്റ് ആവൂലല്ലോ. അനുമോളോ ഒറ്റയ്ക്ക് നിന്ന് ഒരുപാട് കണ്ടന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ പിന്നെ വിനുവിന് എളുപ്പമായിരുന്നു PR-ന്റെ കാര്യങ്ങള്. അനുമോൾ ഇഷ്ടപ്പെടുന്ന ആർക്ക് വേണമെങ്കിൽ അനുമോളെ വെച്ചിട്ട് വീഡിയോ ചെയ്യാം. അത്ര കണ്ടന്റുകൾ അനുമോൾ ഓരോ ദിവസം എന്ന രീതിയിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവർക്ക് എന്തുകൊണ്ടാണ് ഈ PR ആണ് ജയിപ്പിക്കുന്നത് പറയാൻ ഇനി അത് നിർത്തേണ്ട സമയമായി. കാരണം ഇതൊന്നും ഞാൻ വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. ഈ PR ഇല്ലാന്ന് അനുമോൾ ഇതുവരെ പറഞ്ഞിട്ടുമില്ല. PR ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, 1 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതും വിവാദം. 1 ലക്ഷമല്ല, എനിക്ക് 16 ലക്ഷം 15 ലക്ഷമാണ് കൊടുത്തതെന്ന് അങ്ങനെ അനുമോൾ അത് അങ്ങ് സമ്മതിക്കണം. അപ്പൊ അതിനൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ബിന്നിയാണ് കൊടുത്തിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത് അതില്? 15 ലക്ഷം ഞാൻ കൊടുത്തു എന്ന രീതിയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു വീഡിയോ. അങ്ങനെയല്ല, അത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 15 ലക്ഷം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത്ര പൈസ ഒന്നും കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല എന്ന് ഞാൻ തുറന്നു പറഞ്ഞു, ഞാൻ കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത് അനുമോൾ. അതൊക്കെ നമ്മൾ ലൈവ് കാണുന്ന എല്ലാ പ്രേക്ഷകരും കാണുന്നില്ല. പിന്നെ ഈ എഡിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് കൊണ്ടുവന്നിട്ട് ഇതാണ് ആരെ പറ്റിക്കാനാണ് പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് മനസ്സിലാവുന്നത്. പിന്നെ ഇനിയെങ്കിലും മനസ്സിലായി. പിന്നെ ഒരു നല്ലൊരു സീരിയൽ ആർട്ടിസ്റ്റ് ആണ്, അതിന്റെ ഒരു വാല്യൂ കൊടുക്കുക. കാരണം ഇതിന് ഈ ബിഗ് ബോസിനേക്കാൾ മുമ്പും ഒരുപാട് സീരിയൽ ആർട്ടിസ്റ്റുകളൊക്കെ ബിഗ് ബോസിനകത്ത് വന്നിരുന്നു. അവരൊന്നും ഇതേപോലെ ചെളി വാരത്തി വെച്ച് മറ്റൊരു കണ്ടസ്റ്റന്റിനെ മോശമാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇപ്പൊ അതിനകത്ത് മുമ്പ് ഉണ്ടായിരുന്ന എത്രയോ സീരിയൽ ആക്ടേഴ്സ് ഉണ്ടായിരുന്നു, അവരൊന്നും പറയുന്നില്ല. ഇപ്പൊ ഷാനവാസ് അതിനകത്ത് നിന്ന് പുറത്തു വന്ന ആളല്ലേ. ഷാനവാസ് എന്തെങ്കിലും ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ട്? അനുമോൾക്കെതിരായിട്ട് കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ ബിന്നി കുറച്ചും കൂടി മെച്ചോർഡ് ആവാനുണ്ടെന്നാണ് എനിക്ക് തോന്നിയുള്ളത്. ബിന്നിയുടെ പല വീഡിയോകളും ഇമ്മെച്ചോർഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിന് മാത്രം PR-കൾ ബിന്നിനെയും അതുപോലെ ശൈത്യയും ബിൻസിനെയും ഒക്കെ ടാറടിച്ച് കാണിക്കുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാരണം ബിന്നിക്ക് ഏറ്റവും കൂടുതൽ അറ്റാക്ക് വന്നിരിക്കുന്നത് കുത്തിത്തിരിപ്പിന്റെ ആള് എന്ന രീതിയിലല്ലേ. അപ്പൊ കുത്തിത്തിരിപ്പിന്റെ ആളെന്നുള്ള രീതിയിൽ ബിന്നിയെ ഒരു പാട്ടൊക്കെ പാടി കളിയാക്കിയതായിരുന്നു അക്ബറാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ബിന്നി ആ ഒരു കാര്യം പറയാതിരുന്നത്? ബിന്നി അതിന് പോയിട്ട് അക്ബറിന്റെ അടുത്ത് പോയി കരയുന്നുണ്ടായിരുന്നല്ലോ, ഇവനൊരു പാട്ട് എഴുതി ഉണ്ടാക്കിയിട്ട് എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന കുത്തിത്തിരിപ്പിനെ രാജകുമാരി എന്നാണ് എല്ലാവരും വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്നിട്ട് പിന്നെ അതെല്ലാം പറഞ്ഞിട്ട് അനുമോളുടെ PR ആണ് എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത് പറയുന്നത് തെറ്റല്ലേ? ഇങ്ങനൊരു പേര് ഒരു ടാഗിനെ ഇട്ട് തന്നത് അക്ബറാണ്. അപ്പൊ അക്ബറിനോടാണ് ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ടത്. ഈ കുത്തിത്തിരിപ്പിന്റെ രാജകുമാരി എന്ന് പറഞ്ഞിട്ട് അത് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് അക്ബറാണ്. അക്ബറെ കുറിച്ചിട്ട് യാതൊരു തരത്തിലുള്ള പരാതികളും ഭിന്നിക്കില്ല. അക്ബറെ കപ്പെടുക്കാൻ യോഗ്യനാണെന്നാണ് പറയുന്നത്. അനുമോള് യാതൊരു യോഗ്യതയും ഇല്ലാത്തൊരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. അതൊക്കെ കാണുമ്പോഴാണ് ശരിക്കും അസൂയുള്ളതുകൊണ്ട് ഇതൊക്കെ പറയുന്നതാണ് മനസ്സിലായത്. അതേപോലെ പിന്നെ മറ്റുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ പറയുന്നത് ബിഗ് ബോസിന്റെ ചരിത്രത്തില് അനുമോളും അതുപോലെ ജിൻഡോ ആണ് കപ്പെടുക്കാൻ യോഗ്യരല്ലാത്തതെന്നുള്ളത്. ജിൻഡോയുടെ ഗെയിം അവിടെ കളിച്ചു. PR ഉണ്ടെങ്കിലും ജിൻഡോയുടെ കാര്യം എന്തെങ്കിലും കണ്ടന്റ് കൊടുത്തിട്ടല്ലേ അവരിതെല്ലാം എടുത്തിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് അനുമോളും. ഇവരൊക്കെ അതിനകത്ത് പോയിട്ടുള്ളതല്ലേ. ഒരുപാട് കണ്ടസ്റ്റൻസ് യൂട്യൂബേഴ്സ് ആയിരുന്നു, അവരെല്ലാം അതിനകത്ത് കണ്ടസ്റ്റന്റ് ആയിട്ട് പോയപ്പോൾ എന്തുകൊണ്ട് അവർക്ക് ഗെയിം ശരിക്കും കളിക്കാൻ പറ്റിയില്ല? എന്തുകൊണ്ട് അവർക്ക് കണ്ടന്റ് കൊടുക്കാൻ പറ്റിയില്ല? ചില ആളുകളൊക്കെ അതിനകത്ത് ഒരു ദിവസങ്ങൾ വെറുതെ കിടക്കുന്നു,
വെറുതെ മറ്റുള്ളവരുടെ അടുത്ത് കുശുമ്പും കുന്നായ്മയും പറഞ്ഞ് നടക്കുന്നു, വീട്ടുകാര്യങ്ങൾ ശരിയാവാൻ വേണ്ടിയിട്ടാണ് അതിനകത്തേക്ക് പോയതെന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസിന്റെ ഇത്രയും വലിയ പ്ലാറ്റ്ഫോമേ വീട്ടിലെ വഴക്ക് തീർക്കാനാണെന്ന് അതിനകത്ത് പോയത് ഒരു കണ്ടസ്റ്റന്റ് പറയുന്നതാണ്. അതിനകത്ത് പോയി എല്ലാ കണ്ടസ്റ്റന്റിനും ഇതിൽ നിന്ന് ജയിച്ച് വരികയാണെങ്കിൽ നമുക്ക് പറയാം ഞാൻ ജയിക്കാനായി വന്നതല്ല, ഇത് കുടുംബ പ്രശ്നം തീർക്കാനായിട്ട് ഞാൻ ബിഗ് ബോസിനകത്ത് വന്നതെന്ന് ഒരു കണ്ടസ്റ്റന്റ് പറഞ്ഞാൽ പിന്നെ അയാൾക്ക് എന്ത് യോഗ്യത ഉള്ളത് അതിനകത്ത് നല്ല കണ്ടന്റ് ഒക്കെ കൊടുത്ത് കളിച്ച് മുന്നേറി കപ്പെടുത്തിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാനും ആ ഒരു PR ബലത്തിലൂടെയാണ് ജയിച്ചത്, അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റും കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ആ ഒരു കണ്ടസ്റ്റന്റിന് അല്ലെങ്കിൽ ആ ഒരു ബിഗ് ബോസ് താരത്തിന് അല്ലെങ്കിൽ ആ യൂട്യൂബർക്ക് എന്ത് അധികാരം ഉണ്ടെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെ ഒരു പ്രമുഖ യൂട്യൂബർ ഉണ്ട്, അവരും ഇതുപോലെ തന്നെയാണ്. എപ്പോഴും അനുമോൾക്കെതിരെ വീഡിയോ ചെയ്യുന്ന കാണാം. അനുമോൾ നല്ലൊരു കാര്യം ചെയ്ത് നന്നായി ചെയ്തു എന്ന് പറയില്ല, അത് മറച്ചു വയ്ക്കും. അനുമോൾ പറഞ്ഞ എന്തെങ്കിലും തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അതിനങ്ങ് പൊലിപ്പിച്ച് കാണിക്കുന്ന കാണാം. ഇപ്പൊ അനുമോൾ കപ്പെടുത്തപ്പോഴും പറഞ്ഞു ഒരു വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല എന്ന് മാത്രം പറഞ്ഞ് നിർത്തിയേക്കാണ്. ഇപ്പൊ വീഡിയോസ് ഒന്നും കൊടുക്കാനില്ല. അവര് പ്രൊമോട്ട് ചെയ്ത് തന്ന വ്യക്തിക്ക് 5ാം സ്ഥാനമാണ് കിട്ടിയത്. 5ാം സ്ഥാനമായിട്ട് വീട്ടിൽ പോയിരിക്കുന്നുണ്ട്, ഒന്നും പറയാനില്ല. ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം 2ാം സ്ഥാനം ഇങ്ങനെ വരാണെങ്കിൽ ഇവർ പറഞ്ഞത് ശരിയാന്ന് പറയും. 5ാം സ്ഥാനത്തേക്കാണ് പ്രേക്ഷകർ തള്ളിയിരിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ടും ഇത്രയും നുണക്കഥകളും പറഞ്ഞ അനുമോൾക്കെതിരെ നിരന്തരമായിട്ട് ഇപ്പോഴും വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ അതൊരു ബോറിംഗ് ആയി തോന്നുകയാണ് അല്ലേ. എപ്പോഴും ഒരു കപ്പൊക്കെ എടുത്ത് ആ കുട്ടികൾ സന്തോഷമായി ഇരിക്കുന്ന സമയത്ത് പോലും അവരെ കുറിച്ച് വിവാദങ്ങളൊക്കെ തള്ളില്ല. ഇതന്നെ PR, എന്ത് PR? ഇവർക്കും PR ഉണ്ടായിരുന്നു എല്ലാവരും പറയുന്നുണ്ട്. ഇവരെ എന്തുകൊണ്ട് PRക്ക് രക്ഷിക്കാൻ പറ്റിയില്ല? ഇവര് കണ്ടന്റ് കൊടുക്കുന്നില്ല. കുശുമ്പും കുന്നായ്മയും കുതന്ത്രവും മാത്രമാണ്. അതിനകത്ത് കുശുമ്പും കുന്നായ്മയും പറയാത്ത ഏത് കണ്ടസ്റ്റന്റ് ആണ് ഉണ്ടായിരുന്നത്? എല്ലാ കണ്ടസ്റ്റൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുശുമ്പും കുന്നായ്മയും ഒക്കെ പറഞ്ഞു. അത് അങ്ങനെ ഒരു ഗെയിമാണ് അത്. അതിനകത്ത് നന്മമരമായ ചമൻ ചെയ്യുന്ന ആൾക്കാരൊന്നും ഒറ്റ വോട്ട് പോലും കൊടുക്കൂല. നന്മമരമായിട്ട് ഇരിക്കുക എന്ന് പറയും അല്ലേ. അങ്ങനെ സാബുമേനൊക്കെ എത്രമാത്രം വോട്ടുകൾ കൊടുത്ത് വിജയിപ്പിക്കണം, അല്ലെങ്കിൽ കപ്പെടുക്കണമായിരുന്നു സാബുമേൻ. പറ്റിയില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? സാബുമേൻ നല്ല കണ്ടന്റുകൾ അത് കൊടുക്കാൻ പറ്റിയില്ല. എപ്പോഴും നന്മമാരുമായിട്ട് ഒരാൾ പോലും നന്മമാരുമല്ല. ശരിക്കും ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ഉള്ള ആളുകൾ തമ്മിലുള്ള മത്സരമാണ്. അതിനൊരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ള നന്മമരവും ഒരു നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ തമ്മിലുള്ളതല്ല. അതായത് കൂടുതൽ നെഗറ്റീവ് കുറച്ച് നെഗറ്റീവുള്ള ആൾക്കാർ തമ്മിലുള്ള മത്സരമാണ്. അതായത് മനുഷ്യന്മാരായ നെഗറ്റീവ് ഉണ്ടാകും, അല്ലാണ്ട് എല്ലാവരും നന്മമാരല്ല. എല്ലാ മനുഷ്യർക്കും അവരുടെ നെഗറ്റീവുകളുണ്ട്. അപ്പൊ അങ്ങനെ തന്നെയാണ് അനുമോളുടെ നെഗറ്റീവ് ഉണ്ട്. അതാണ് ഇപ്പൊ അനുമോൾ തുറന്നടിച്ച് പറഞ്ഞു. അത് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരെ അവരെ പുറത്താക്കണേ എത്ര വോട്ട് അവര് കുലസ്ത്രീയാണ്, അവര് വേഗം പിടിച്ച് പുറത്താക്കണം എന്ന് പ്രേക്ഷകർ പറഞ്ഞില്ല. ചില പ്രേക്ഷകർക്ക് ഇങ്ങനെ അനുമോൾ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവർക്ക് യോജിപ്പുണ്ടായിരുന്നു. അവരുടെ ഇതിൽ തന്നെയാണ് ഒരു ആണും പെണ്ണും ഇങ്ങനെ അടുത്ത് കിടന്ന് പുതപ്പ് തലയിൽ കൂടെ ഇട്ടൊന്നും കെടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ഷോ ആണ്, കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോ ആണ്. അതുകൊണ്ട് അവര് സാധാരണ ഒരു കിടക്കയിൽ രണ്ടുപേരും എങ്ങനെ കിടക്കുന്നു അതേപോലെ കിടക്കുക. ഇവരൊക്കെ ഒരു 3 മാസത്തേക്കല്ലേ വന്നിരിക്കല്. അതിനകത്ത് വന്നിട്ട് വലിയ നാളത്തെ ഒന്നും പരിചയമൊന്നുമില്ലല്ലോ, വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ പ്രേക്ഷകർ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ അവരൊക്കെ ചിന്തിക്കുന്നത് അനുമോള് പറഞ്ഞത് ശരിയായെന്ന് അവർക്ക് തോന്നുന്നത് അവർ വോട്ട് കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് തെറ്റ് പറയാൻ പറ്റുമോ? അത് അനുമോളുടെ ഒരു ഗെയിമാണ്. അത് നമുക്ക് ഗെയിമാണെങ്കിൽ അവർക്ക് അതിനെ നമ്മൾ അംഗീകരിക്കണം. അതേപോലെ ഗെയിം കളിക്കാനല്ലേ ഇപ്പൊ നെവിൻ വന്നത്. നെവിന്റെ നെഗറ്റീവായിട്ട് അനുമോളുടെ എതിരെ നിന്ന് നെവിൻ കളിച്ചത് കൊണ്ട് നെവിൻ എത്രമാത്രം വോട്ടാണ് അപ്പുറത്ത് കൂട്ടിയിട്ടുള്ളത് അല്ലേ. അനുമോളുടെ ദേഷ്യമുള്ള ഒരുപാട് ആൾക്കാരുടെ വോട്ട് നെവിന് കിട്ടിയിട്ടുള്ളത്. അത് ഓരോരുത്തരുടെ ഗെയിമാണ്. ഇത് കഴിഞ്ഞിട്ട് PR എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരാൾ അപമാനിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. അപ്പൊ ഇനി നിർത്തണം എന്നാണ് എനിക്ക് പറയണത്. അതായത് എന്തായാലും വോട്ട് ചെയ്ത് അവര് ജയിച്ചിട്ട് പോയി, അവരെ കപ്പിന്ന് തിരിച്ചു മേടിക്കും. ഏഷ്യനെറ്റ് തിരിച്ചു മേടിക്കാനൊന്നും പോകുന്നില്ല. കുറെ തെളിവുകളൊക്കെ തരും. ഈ തെളിവുകളൊക്കെ ഞങ്ങളുടെ ലൈവായിട്ട് കാണും. അപ്പൊ 24/7 ലൈവ് കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ പോലെ തന്നെ ഇത് 24/7 കാണുന്ന എത്ര പേരുണ്ടായിരിക്കും. അവർക്ക് ഇതെല്ലാം കണ്ടിട്ട് തന്നെയല്ലേ ഒരാളെ ഇഷ്ടപ്പെടുന്നത്. ഇപ്പൊ അനുമോളെ ഇഷ്ടപ്പെട്ട ആൾക്കാരെല്ലാം അനുമോൾ ചെയ്യുന്ന 24/7 എല്ലാ കാര്യങ്ങളും കണ്ടിട്ടായിരിക്കും അവരൊക്കെ അനുമോളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടാവാം. ഇപ്പൊ പ്രൈം ടൈമിൽ വരുന്നത് നമുക്കറിയാലോ, പല കാര്യങ്ങളും എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മൾ ചോദിച്ചിട്ട് അയ്യോ ആ കാര്യം കാണിച്ചില്ലല്ലോ, അത് എഡിറ്റ് ചെയ്ത് പോലും മോശമായാലോ. അത് ചില സമയത്ത് അക്ബറിനായിരിക്കും പ്രൈം ടൈമിൽ നല്ല രീതിയിൽ വീഡിയോ വന്നിട്ടുണ്ടാവുക, അനുമോൾക്ക് നെഗറ്റീവ് ആയിരിക്കും. എന്നാൽ ഈ ലൈവിൽ മുഴുവൻ നമ്മൾ നോക്കുമ്പോൾ അനുമോൾ പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ റെന ഫാത്തിമ അതിനകത്തായിരുന്നു. പലരും ചെയ്യുന്ന വീഡിയോകളിലൂടെയാണ് റെന ഫാത്തിമയ്ക്ക് ഇത് കാണാൻ കഴിയുന്നത്. 24/7 കണ്ട പ്രേക്ഷകരാണ് പറയുന്നത് അനുമോളുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് പറയുമ്പോൾ അത് സമ്മതിച്ചേ പറ്റൂ, ഭിന്നിക്കാൻ സമ്മതിച്ചേ പറ്റൂ. അല്ലാതെ എല്ലാ ദിവസവും വന്നിങ്ങനെ വീഡിയോ ചെയ്ത് ഒരാളെ അവഹേളിക്കുക എന്ന് പറഞ്ഞാൽ അത് മോശമാണ്. അപ്പൊ എനിക്ക് ഇത്ര പറയണം. എന്തായാലും ഇത് ബിഗ് ബോസ് സീസൺ കഴിഞ്ഞു. ഇനിയെങ്കിലും അനുമോൾക്ക് സന്തോഷമായിട്ട് അവരുടെ കാര്യങ്ങളിലേക്കും സിനിമയാണെങ്കിൽ സിനിമ, ഉദ്ഘാടനം അതിലെ കാര്യം വിടുക.
എന്നാലും അനുമോള് കൂടുതലൊന്നും പ്രതികരിക്കാനൊന്നും പോകുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരാൾ പറയണത് കേട്ടു, ഒരു യൂട്യൂബർ എന്ന് പറയുന്നത് കേട്ടു, അനുമോള് വീട്ടിൽ പോയിട്ട് കുറേ യൂട്യൂബേഴ്സ് അവരുടെ ഒരു ബൈറ്റൊക്കെ എടുത്തിട്ട് അപ്പോൾ അനുമോള് പറഞ്ഞു കുറെ ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവ് ഒക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അനുമോള് പറഞ്ഞു പ്രേക്ഷകർ പറയട്ടെ എന്ന്. ഈ പ്രേക്ഷകർ എന്ന് പറയുന്നത് എല്ലാവരും അനുമോളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെന്നല്ല, നെഗറ്റീവായിട്ട് പറഞ്ഞ ഒരുപാട് പ്രേക്ഷകരില്ലേ, അങ്ങനെ കണക്കാക്കിക്കൂടാ. അതിന് പോസിറ്റീവ് പറഞ്ഞ പ്രേക്ഷകരെ അവഹേളിച്ചു എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്കിലും അനുമോളെ വെറുതെ വിടുക, അവർ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോട്ടെ.